great times have God given us. നമുക്കൊന്നുകൂടെ ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. Let us humble ourselves and give our ourselves to the Lord. ഇന്ന് ഈ സന്ധ്യാസമയം നീ വന്നതല്ല. At this evening time, it's not that we came. കർത്താവ് നിന്നെ കൊണ്ടുവന്നതാണ്. It's that God has brought us. കഴിഞ്ഞ ഒരാഴ്ചക്കാലം മുഴുവൻ നിന്നെ കർത്താവ് കാത്തില്ലേ. Last 1 week, Lord have been protecting you. നിന്റെ സമപ്രായക്കാർ അനേകം ലോകം വിട്ടുപോയി. Other people of your age group have left the world. അതിന്റെ മധ്യത്തിൽ അല്പസമയം കൂടി ദൈവത്തെ ഒന്ന് ആരാധിപ്പാനാണ് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. Let us just allow ourselves to thank the Lord once again on that basis. Hallelujah. ഒരു പാട്ടിന്റെ ഈരടിയുടെ പാടി നമുക്ക് ദൈവത്തെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ആ ദൈവസ്നേഹം ഒന്ന് നിറഞ്ഞ് കണ്ണുകൾ നിറഞ്ഞ് കവിയണമെന്ന് കാര്യം ദൈവത്തോട് കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായി ആ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പാട്ട് പാടാം. വേഗം Maria
പദത്തിൽ ഒരു പ്രാവശ്യം കൂടെ വചനവുമായി നിൽക്കുവാനുള്ള കൃപയ്ക്കായി ദൈവത്തിന് ആയിരമായ സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. I thank the Lord 1,000 times for helping me to stand in front of you with the great word of God. ട്രാൻസ്ലേറ്റ് ചെയ്ത കർത്താവിന്റെ ദാസന് ആദ്യമായി നന്ദി അറിയിക്കുകയാണ്. Thank you. കർത്താവിന്റെ ദാസൻ, കുടുംബം, ദൈവസഭ കടന്നു വന്ന എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ വേഗം എന്റെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്ഥിര സ്നേഹവന്ദനം. I thank the pastor and the family and all children of God who are assembled here in the name of Jesus. കർത്താവിന്റെ ദാസൻ എന്നോട് പറഞ്ഞു സങ്കീർത്തനത്തിൽ നിന്ന് അല്പസമയം ശുശ്രൂഷിക്കണമെന്ന്. The man of God had told me that I have to give the word from the Psalms. ഞാൻ പെട്ടെന്ന് എന്റെ മനുഷ്യ ചിന്തയിൽ ഞാൻ പറഞ്ഞു കർത്താവിന്റെ ദാസന്മാർ ആരെങ്കിലും ശുശ്രൂഷിക്കട്ടെ, ഞാൻ ശുശ്രൂഷിക്കുന്നില്ല എന്ന്. From my distance, from my worldly bodily spirit, I told, let someone else from the children of God speak. പെട്ടെന്ന് പരിശുദ്ധാത്മാവിനോട് ഇടപെട്ടു, സമയത്തും അസമയത്തും ഒരുങ്ങിയിരിക്കണം. But the Spirit of the Lord was telling me I have to be ready at all occasions. ഞാൻ ഈ ദിവസങ്ങളായി ഓർക്കുന്നത് നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ ഉപയോഗിച്ചോളണം. The thing what I know, remember right now is the occasions what we are getting. Please use it. നമ്മുടെ ചർച്ചിൽ നമുക്കൊരു പ്രാർത്ഥിക്കാൻ അവസരം തരുന്നെങ്കിൽ സഹോദരിമാരെ ഞാൻ പറയട്ടെ, ചാടി കയറി നിങ്ങൾ പ്രാർത്ഥിച്ചോളണം. If we get an occasion to pray, dear sisters, let me request you jump in and pray. അടുത്ത നിമിഷം നമുക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല. None of us know what is going to happen in the next occasion, the next moment. ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, അനേകരുടെ സംസാരശേഷി നഷ്ടപ്പെട്ടപ്പോൾ അവർ പറയും കിട്ടിയ സമയം ഉപയോഗിക്കാൻ പറ്റിയില്ല. The people who have been lost the power to speak, they have been telling that they have not used the speech when they could use it. അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന സമയങ്ങളൊക്കെ കർത്താവിന് വേണ്ടി അത് ഉപയോഗിക്കുവാനായിട്ട് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. So let's commit ourselves that we will use all the occasions which the Lord gives us. ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ ഞാൻ ഏത് സങ്കീർത്തനം വായിക്കണം? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് എന്നോട് ഇടപെടുകയായി 84-ാം സങ്കീർത്തനം വായിക്കുവാൻ. I was just asking the Spirit of the Lord which Psalms should I be taking to this evening time, and He gave me this Psalms 84. അതുകൊണ്ടാണ് ഇന്ന് പകൽക്കാലം 84-ാം സങ്കീർത്തനം ഞാൻ വായിച്ചത്. അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, എന്റെ ജീവിതത്തിലും അത് അനുഗ്രഹമായി തീരട്ടെ. That is why I have taken Psalms 84. Let it be a blessing for myself and for each and every child of God who are assembled here. നമ്മൾ എല്ലാവരും എപ്പോഴും വായിക്കുന്നതായ സങ്കീർത്തനമാണ് ഇത്. We have been constantly reading this Psalms. ഇത് ഈ 84-ാം സങ്കീർത്തനം സംഗീത പ്രമാണിക്ക് ഗദ്യരാഗത്തിൽ കോരഭൂതന്മാരുടെ ഒരു സങ്കീർത്തനമാണ്. This Psalms is to the chief musician upon gifted psalm from the sons of Korah. കോരഭൂപുത്രന്മാര് ഇവിടെ ഈ 84-ാം സങ്കീർത്തനം എഴുതി ചേർക്കാൻ കാരണങ്ങളുണ്ട്. There are reasons why the sons of Korah have been writing this Psalms. ഈ 150 സങ്കീർത്തനത്തിൽ നിന്ന് എടുത്തു നോക്കിയാൽ ഈ സങ്കീർത്തനം ഒരു മുത്ത് എന്ന് വിളിക്കാം. If we take all the 150 Psalms, this Psalms 84 we can say as a pearl of the Psalms. ഈ സങ്കീർത്തനത്തിന് ചുറ്റും ഒരു പ്രകാശ വലയമുണ്ട്. There is a great glory of light that is around this Psalms. ഇതിൽ ഒന്നാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്, when we read the first verse, സൈന്യങ്ങളുടെ യഹോവേ തിരുനിവാസം എത്ര മനോഹരം. O Lord of hosts, how amiable are thy tabernacles. കോരഹപുത്രന്മാരുടെ പറയുകയാണ് നിന്റെ തിരുനിവാസം എത്ര മനോഹരമാണ്. The sons of Korah are telling here how amiable are thy tabernacles. നമുക്ക് ഈ സങ്കീർത്തനത്തിന്റെ ഈ തിരുനിവാസം എന്ന് പറയുന്ന സമാഗമന കൂടാരത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. We know that the Ark of Covenant is being represented here. സമാഗമന കൂടാരം പുറത്തു നിന്ന് നോക്കിയാൽ മനോഹരതയൊന്നും കാണുകയില്ല. There is no great beauty for this Ark of Covenant. That is made of not so beautiful things. ഇതിനകത്ത് കയറിയാൽ 6 അപ്പം വെക്കുന്ന കാഴ്ചയപ്പത്തിന്റെ മേശയുണ്ട്. When we go inside, there is a table where 6 breads are being kept. കതിരമരങ്ങൾ കവല വിളക്കുകളുണ്ട്.
There are also candles and made of costly woods. അവിടെ ഒന്നും ഞാൻ വിശദീകരിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. I'm not going into the details of this. എന്നാൽ ഇതിന്റെ അകത്ത് ഒരു ആത്മീക സാന്നിധ്യമുണ്ട്. But the greatest is that there is a great presence inside us. ഒരു ആത്മാവിന്റെ നിറവ് ഇതിനകത്തുണ്ട്. There is a fullness of the Spirit inside us. സൈന്യങ്ങളുടെ യഹോവയുടെ തിരുനിവാസം എത്ര മനോഹരമാണ്. O Lord of hosts, how amiable are thy tabernacles. തിരുനിവാസത്തിൽ കടന്നു വരുന്ന ദൈവജനം ഒന്നാകെ പറയണം, എത്ര മനോഹരമാണ് ഈ ആരാധന. These children of God who are coming together must shout out, how great, amiable are these tabernacles. നമ്മൾ ഓരോ ആഴ്ചകളിലും ഈ മനോഹരത വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ്. The last weeks we have been declaring the beauty of these tabernacles. അതിന്റെ രണ്ടാം വാക്യത്തിൽ വായിക്കുന്നു, When we go to the second verse, എന്റെ ഉള്ള യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. my soul longeth, yea, even fainted for the courts of the Lord. കുരുകിനൊരു വീടും മീവൻ പക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. Yeah, the sparrow had found an house, and the swallow an nest for herself. ഈ ചെറിയ പക്ഷിയെ കുറിച്ച് കർത്താവ് ഇത്രയും വിവരണം നൽകിയെങ്കിൽ, If the Lord has given a great description of this small bird, സ്വന്തം കരവലയം കൊണ്ട് സൃഷ്ടിച്ചതായി എന്നെയും നിന്നെയും എത്രമാത്രം സ്നേഹിക്കുന്നു. how much great is He loving each one of us whom He has made with His hands. നമ്മൾ ആരും ആ ദൈവിക സ്നേഹം മറന്നു പോകരുത്. Please don't forget that love of the Lord. ഞാനൊരു ട്രീയെ കുറിച്ച് കേട്ടിട്ടുണ്ട്, I have been hearing about someone. റെഡ് വുഡ് ട്രീ. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? Have you heard anyone? Have you anyone heard about this person? നിങ്ങൾ ആ ട്രീ കണ്ടിട്ടുണ്ടോ? Have you seen? കണ്ടിട്ടില്ലെങ്കിൽ അതിനെ ഒന്ന് പുറകിലോട്ട് നോക്കിയാൽ The redwood tree's roots are very shallow, often only 5 or 6 feet deep, but they make up for it with width, sometimes extending up to 100 feet from the trunk. They thrive in thick grounds where the roots can intertwine and even fuse together. This gives them tremendous strength against the forces of nature. ഈ ട്രീയെ കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു ഉദ്ദേശം മനസ്സിലായി കാണും. You might have understood what is written. മനസ്സിലായവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. Those who have understood, please thank the Lord. ഇത് കാലിഫോർണിയയിൽ കൂട്ടത്തോടെ വളരുന്ന ഒരു വൃക്ഷമാണ്. This tree which is found in clusters in California, ഇതിന് ഒത്തിരി ആഴങ്ങളൊന്നുമില്ല. they don't go into the depths. എന്നാൽ ഇതിന്റെ വേരെങ്ങനെ നിൽക്കുന്നതെന്ന് അറിയാമോ? But do you know how the roots are? നമ്മൾ കരം കോർത്ത് പിടിച്ച് നിൽക്കുന്നത് പോലെ. They are just as if we are connected with our hands together. ഒരുവന് എവിടെ ഉണ്ടോ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. Where there is oneness in spirit, there will be the glory of God manifested. ഐക്യത എവിടെയുണ്ടോ അവിടെ ദൈവ സാന്നിധ്യം ഇറങ്ങും. Where there is the unity, there the spirit of the Lord will descend. എവിടെ ദൈവസഭ ദൈവദാസനോടൊപ്പം കരം കോർക്കുന്നോ അവിടെ ദൈവ പ്രവൃത്തി വെളിപ്പെടും. The children of God stand together with the child of God, there will be the power of the God magnified. ഈ സഭയെ ദൈവം നട്ടതാണ്. This church have been planted by the Lord. ഇതിനെ പിഴുതെറിയുവാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. No force can destroy this church. ഈ വൃക്ഷം എന്ന് പറയുന്നത് പിണഞ്ഞ് പിണഞ്ഞ് ഇതിന്റെ വേരുകൾ ഇങ്ങനെ പടർന്ന് കിടക്കുകയാണ്. This is a tree where the roots are intertwined and they will be shallow lying together. കാറ്റടിക്കട്ടെ, Let the winds blow, പ്രതികൂലം വരട്ടെ, let the opposition rise, തിരമാല ആഞ്ഞടിക്കട്ടെ, let the waves come, ഇത് കടപുഴകി വീഴത്തില്ല. it won't fall. അത് പിണഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് അതിനൊരു ബലമുണ്ട്. Because it is intertwined in each other, there's a great strength in it. ജർമ്മനിയിലെ സഭയാ വിശ്വാസികൾ ദൈവദാസനോടൊപ്പം കരം ചേർത്ത് പിടിച്ചതുകൊണ്ട് ഈ സഭയെ നശിപ്പിക്കുവാൻ ഒരു ശക്തിക്കും പറ്റത്തില്ല. The children of God in Jerusalem, as they are standing together with the Son of God, nothing is going to happen to this church. മോശയുടെ കരം ഉയർന്നിരിക്കണമെങ്കിൽ പോലും അപ്പുറവും ഇപ്പുറവും കരം താങ്ങണം. If the hands of Moses have to be held high, then his co-workers
who has to be holding his hands up. നിങ്ങളെ ഓരോരുത്തരെയും കർത്താവ് കണ്ടിരിക്കുക. God has seen each one of you as his servants. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചാട്ടെ. Children who are believing in that, please praise God. നിങ്ങൾക്ക് വേണ്ടി കരയുവാൻ നിങ്ങളുടെ ദൈവദാസനും കുടുംബവുമേ ഉള്ളൂ. There's only the pastor and his family to pray for you with tears. പുറത്തുനിന്ന് ആരും പറയും ദൈവദാസനെ ദൈവമക്കളെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. There will be several times, several instances where the people will be telling, we are praying for you. ഞങ്ങൾ കർത്താവിന്റെ വേല ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് We, as we are doing the work of God, we also know how much truthful it is. ദൈവസഭയോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ദൈവദാസന നിങ്ങൾക്ക് വേണ്ടി കരയുന്നത്. Let me tell to the children, the pastor is the person who is sitting down and crying for you. അതുകൊണ്ട് ദൈവാത്മാവിൽ ദൈവസഭയോട് പറയുകയാണ്, നിങ്ങളുടെ ദൈവദാസന് നിങ്ങൾ കരം കോർക്കണം. That is why I am exhorting you, please get connected with the pastor of the church. ദൈവദാസന് ഒരു വിഷമം വരുമ്പോൾ ദൈവദാസനെ വിളിച്ച് പറയണം, ദൈവദാസ നമുക്ക് ഉപവസിക്കാം, പ്രാർത്ഥിക്കാം. If the dear son of God requests something, then let's come together and call him and tell him, come, we sit down and fast and pray. അവിടെ ദൈവ പ്രവൃത്തി കാണുവാനായിട്ട് കഴിയും. And there the glory of the Lord will come down. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. If there is anyone happy, just thank the Lord for that. ഞാൻ ഒത്തിരി സമയമൊന്നും എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. Don't want to take a lot of time. നമുക്ക് 84 സങ്കീർത്തനത്തിന്റെ 6-ാം വാക്യവും 7-ാം വാക്യവും ഒരാൾ വായിച്ചാട്ടെ. Let's go to the 6th and the 7th verse from 84th Psalms. കണ്ടതിൽ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിന് ജലാശയമാക്കി തീർക്കുന്നു. മുൻമഴയിൽ അത് അനുഗ്രഹപൂർണ്ണമായി തീരുന്നു. അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു. ആമേൻ. Who passing through the valley of Baca, make it a well. The rain also filleth the pools. They go from strength to strength. Every one of them in Zion appeareth before God. കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. Who passing through the valley of Baca, making it a well. നമുക്ക് ഈ വചനങ്ങൾ വായിക്കുമ്പോൾ കണ്ണുനീരിന്റെ താഴ്വരയിൽ കൂടി കടന്നുപോയ അനേക ഭക്തന്മാരെ ഭക്തമതികളെ കാണുവാൻ കഴിയും. When we read this verse, we know the children of God who have been passing through this valley. കണ്ണുനീരോടെ വിധിക്കുന്നവൻ ആർപ്പോടി കൊയ്യും. Those who sow in tears will reap in joy. ഇന്ന് പകൽക്കാലം ഏത് വേദനയുമായിട്ടാണ് കടന്നു വന്നിരിക്കുന്നത്, നിന്റെ കണ്ണുനീരിനെ തുടയ്ക്കുവാൻ എന്റെ കർത്താവ് ഇവിടെ ഉണ്ട്. Whatever sad thing you have, troubleness you have come with, my Lord is faithful to solve that for you. യോസേഫിനോട് ചോദിച്ചാൽ യോസേഫ് പറയും, ഞാൻ കണ്ണുനീരിന്റെ താഴ്വരയിൽ കൂടി കടന്നുപോയി. If we ask Joseph, he will tell us, yeah, I have also passed through the valley of Baca. ഹന്നയോട് ചോദിച്ചാൽ ഹന്ന പറയും, ഞാനും കണ്ണുനീരിന്റെ താഴ്വരയിൽ കൂടി കടന്നുപോയി. If we ask Hannah, she will also tell us, yeah, I have also been passing through the valleys of Baca. നമുക്കിവിടെ കരഞ്ഞ ഒരു വ്യക്തിക്ക് വേണ്ടി എന്റെ യേശു കർത്താവ് നിന്ന് അത്ഭുതം ചെയ്ത ഒരു ഭാഗത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. Let us just take a portion where for a person who have been crying with tears, God was faithful. യെശയ്യാവിന്റെ പുസ്തകം 38-ാം അധ്യായം Isaiah 38, അതിന്റെ 3-ാം വാക്യം വായിച്ചാട്ടെ. 3. അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു. ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. And said, remember now, O Lord, I beseech thee, how I have walked before thee in truth and with a perfect heart, and have done that which is good in thy sight. And Hezekiah wept sore. നമുക്ക് എല്ലാവർക്കും അറിയാം, യെശയ്യാവിന്റെ യെശയ്യാവ് പുസ്തകത്തില് നമുക്ക് കാണുവാൻ കഴിയും, ഹിസ്കിയാവിന് മരിക്കത്തക്കതായ രോഗം പിടിച്ചു. We know from the book of Isaiah that Hezekiah had a disease which could have led him to death. ആമോസിന്റെ മകനായ യെശയ്യാവ് ചെന്ന് ഹിസ്കിയാവിനോട് പറയുകയാണ്, നിന്റെ ഗ്രഹകാര്യം ക്രമപ്പെടുത്തുക, നീ മരിച്ചു. The son of Amos, Isaiah, went to Hezekiah to tell him that he has to set his house in order because he is being called back by the Lord. നമ്മളോട് ഇന്ന്
പറയുക, നീ മരിച്ചു പോകും, നിന്റെ ഗ്രഹകാര്യമൊക്കെ ക്രമപ്പെടുത്താൻ പറഞ്ഞാൽ നമ്മുടെ അവസ്ഥ എങ്ങനെയായിരിക്കും? What will be our condition if someone comes to us and tell us, get all things in your house in order because God is going to take you back? നമ്മൾ ഭയങ്കര പരവേശം പിടിച്ച് ഇത് ആർക്ക് എഴുതി വെക്കും, ഇത് ആർക്ക് കൊടുക്കണം, എന്റെ ഇതെല്ലാം കൂടെ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് നമ്മളെ ഭാരപ്പെടുന്നവരായി തീരും. Will be a group of people who will be sitting and getting so much disturbed, thinking about our worldly things and how it has to proceed. എന്നാൽ ഹിസ്കിയാവിടെ ഭാരപ്പെട്ടില്ല. But Hezekiah did not get distressed or sad. ഹിസ്കിയാവിന്റെ ജീവിതത്തിൽ അവൻ കർത്താവിന് വേണ്ടി ഒത്തിരി പ്രയോജനപ്പെട്ട നാളുകളായിരുന്നു. Hezekiah was a king in whose time he was a great advantage or did many things for the good of the Lord. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, കർത്താവിന് വേണ്ടി നീ ഒരു അണിവരുകൾ ചലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവൻ നിന്നെ മറന്നു കളയുവാൻ അനീതിയുള്ള ദൈവമല്ല. This evening time, let me remind you, Lord, dear children of God, that if you have used your small finger for any good purpose for to magnify our Lord, He is a faithful Lord. He is faithful. എന്റെ മക്കളെ, നിങ്ങൾ കൊറോണ ആരാധന കഴിഞ്ഞ് ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് ഇവിടെ വന്നത് എന്റെ കർത്താവ് മറന്നു കളയുവാൻ അനീതിയുള്ള ദൈവമല്ല. Dear child of God, God will never forget the things that you are doing for Him. Coming so distant away, He's not an unfaithful God. കർത്താവ് നമ്മളുടെ എല്ലാ പലവിധമാകുന്ന താലന്തുകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. God has given each one of us special talents. ഒരാൾക്ക് പാടാനായിരിക്കാം, Someone to sing, വേറൊരാൾക്ക് കൊടുത്ത് സഹായിക്കാനായിരിക്കാം, someone to give, മറ്റുള്ളവരാൾക്ക് പ്രസംഗിക്കാനായിരിക്കാം, third group to preach, മറ്റുള്ളവർക്ക് 10 ട്രാക്ട് കൊടുക്കാനായിരിക്കാം. the other group to give tracts. വിവിധ ശുശ്രൂഷകൾ ഏൽപ്പിച്ചിട്ടാണ് കർത്താവിനെ ലോകത്തിലേക്ക് അയച്ചത്. God has given you talents before sending you into this 5 world. ലഭിച്ചവർ 5 കൂടെ നേടി, A person with the 5 talents had 5 talents more. 2 ലഭിച്ചവൻ 2 കൂടെ നേടി, The person with 2 has taken 2 more. 1 ലഭിച്ചവൻ മണ്ണിൽ കുഴിച്ചിട്ടു. And the person with 1 talent digs it inside the sand. ഇന്ന് പകൽക്കാലം നീ തന്നെ നിശ്ചാരം കൂടെ എഴുന്നേൽക്കണം. Let us just make ourselves fresh and be നിന്നിൽ active. ഏൽപ്പിച്ച താലന്ത് നീ ഒന്ന് വിനിയോഗം ചെയ്യണം. Let us use the talent which was given to us. ഹിസ്കിയാവ് കർത്താവിന് വേണ്ടി അവന്റെ താലന്ത് വിനിയോഗം ചെയ്തതുകൊണ്ട് Hezekiah, as he has used the talents which was given to him, പ്രവാചകൻ വന്ന് മരിക്കുമെന്ന് പറഞ്ഞപ്പോഴും as the prophet came and told him that he was going to die, അന്നത്തെ കാലത്ത് അവൻ ചെയ്ത പ്രവൃത്തികൾ ആ ചുവരിന്മേൽ അവൻ എല്ലാം എഴുതി ഇടുമായിരുന്നു. he would write each and everything that he had done on the walls. അവനോട് ചെന്ന് ചുവരിനോട് ചേർന്ന് നിന്ന് ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഞാൻ ഇന്നതൊക്കെ ചെയ്തിട്ടുണ്ട്, നീ എന്നെ ഓർക്കണമെന്ന് പറഞ്ഞ് അവൻ ദൈവസന്നിധിയിൽ കരയുവാൻ തുടങ്ങി. He turned his face towards the wall and starts crying, calling out, Lord, please remember all that what I have done for you. ഇത് പകൽക്കാല ഭാരത്തോടെ ആയിരിക്കുന്ന വ്യക്തി ജീവിതമേ, This morning, the dear brother who is in deep distress, നിന്റെ വിഷയം എന്ത് തന്നെ ആകട്ടെ, let the matter be anything, നിന്റെ ഭാവിയുള്ള ബന്ധത്തിലാണോ, whether it is with your future, നിന്റെ ജോലിയുള്ള ബന്ധത്തിലാണോ, whether it is with your job, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിലുള്ള അവസ്ഥയാണോ, whether it's with your personal നിന്റെ life, തലമുറയുള്ള ബന്ധത്തിലാണോ, whether it is with your next coming generation. നീ ഭാരപ്പെടേണ്ടതില്ല. കർത്താവിന് വേണ്ടി നീ വല്ലതും ചെയ്യ്. നിനക്ക് വേണ്ടി സ്വർഗ്ഗം ഇറങ്ങാതെ പ്രവർത്തിക്കാൻ പോവുകയാണ്. Don't worry, do the thing what the Lord wants and the God will do it for you. അവൻ നിന്നെ മറന്ന് കളയത്തില്ല. He won't forget you, He won't forsake you. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഭാരപ്പെടണ്ട. Don't get worried. നിനക്ക് ജോലി ലഭിക്കുന്ന സമയത്ത് കർത്താവ് ജോലി തരും. God who is faithful to give you a job in the right നിന്റെ time. വിവാഹത്തിന്റെ സമയം കർത്താവ് അറിയുന്ന ആ സമയം ദൈവം പ്രവർത്തിക്കും. God knows the time of your wedding and God will do it. ദൈവവചനത്തിൽ കൂടി പറയട്ടെ, നിന്നെ അവൻ മറന്ന് കളയുവാൻ അനീതിയുള്ള ദൈവമല്ല. Let me tell it from the word of God, that God is a faithful God. He's not ഹിസ്കിയാവ് a ദൈവത്തോട് നിലവിളിച്ചപ്പോൾ അവന്റെ ആയുസ്സിനെ 15 സംവത്സരം കൂടെ കർത്താവ് നീട്ടിക്കൊടുത്തു. As Hezekiah was crying out to the Lord,
him 15 years more in his life. ഇന്ന് പകൽക്കാലം ഒരു വിടുതലിന്റെ പകൽക്കാലമാണ്. This morning is the time for deliverance. നാളുകളായി പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ കർത്താവ് ഒരു വിടുതൽ അയക്കാൻ പോകുകയാണ്. The years that you have been praying for something, God is sending the deliverance. നിന്റെ വിഷയത്തെ ഓർത്ത് നീ ഭാരപ്പെടേണ്ട. Don't get worried about your issue. നിന്റെ വിഷയത്തെ ഓർത്ത് നീ കരയണ്ട. Don't cry over your issue. നിനക്ക് വേണ്ടി സ്വർഗ്ഗം ഇറങ്ങി വന്ന് പ്രവർത്തിക്കാൻ പോകുകയാണ്. There is a God who is going to open the heavens to act for you. നിന്റെ കണ്ണുനീർ താഴ്വരെ അവൻ ജലാശയമാക്കി തീർക്കാൻ പോകുകയാണ്. He is going to turn your tears into a well of joy. ഒരു കുന്നുണ്ടെങ്കിൽ ഒരു കുഴിയുണ്ട്. If there is a mount, there is a valley. ഒരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ ഒരു അനുഗ്രഹമുണ്ട്. If there is an obstacle, there is a great blessing. വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചാട്ടെ. Please start worshiping the Lord. വാക്യങ്ങളൊന്നും അടുപ്പിക്കുന്നില്ല. വ്യക്തിമായോട് ചോദിച്ചാൽ വ്യക്തിമായി പറയൂ. If you ask Bartimaeus, he will tell you. ഞാൻ നാളുകളായി യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. I have heard a lot about this Jesus. ഞാൻ ഇതുവരെയും അവനെ കണ്ടിട്ടില്ല. I have never seen him till now. ആ കേട്ട കേൾവിയാൽ യേശു പോകുന്ന വഴിയരികിൽ ഇരുന്നുകൊണ്ട് As he hears that Jesus is coming, he goes and sits in the way that Jesus is passing. അവൻ യേശുവിനെ വിളിച്ച് നിലവിളിക്കുകയാണ്. He cries out, Jesus. നിലവിളിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, Just call out Jesus. നിന്റെ നിലവിളിയുടെ ശബ്ദം കേട്ട് യേശു നിൽക്കാൻ പോകുകയാണ്. Jesus is going to stop hearing your cries. ദാവീദ് പുത്രാ, എന്നോട് കരുണ തോന്നണമേ. Son of David, have compassion on me. അവൻ ഏറ്റവും ഉച്ചത്തിൽ നിലവിളിച്ചതുപോലെ As he cried out in the loud voice, ഇന്ന് പകൽക്കാലം നിനക്കൊന്ന് നിലവിളിക്കാൻ പറ്റുമോ? can we just cry out to the Lord? യേശുവേ, എന്നോട് കരുണ തോന്നണമേ. Oh, Jesus, have mercy upon me. യേശുവേ, എന്റെ വിഷയത്തെ ഒന്ന് തൊടണമേ. Oh, Jesus, please act for my things. യേശുവേ, എന്നെ ഒരു അത്ഭുതമാക്കണമേ എന്ന് Oh, Jesus, please make me as a great this thing. ഇന്ന് പകൽക്കാലം ഈ ഉച്ചത്തിൽ ഒന്ന് നിലവിളിക്കുക. Can you just cry out in a loud നിന്റെ voice? നിലവിളിയുടെ മുൻപാകെ അവൻ മറികടക്കുന്ന ദൈവമല്ല. He is a Lord who never oversteps your tears. ഉറക്കെ നിലവിളിച്ചപ്പോൾ അവനെതിരായി പുറകിൽ നിന്ന് പലരും അവനെ വിലക്കി. When he was crying out, there were many people who stopped him, who tried to stop him. നിന്റെ ആത്മീയത കണ്ടുകൊണ്ട് പലരും നിന്റെ പുറകിൽ നിന്ന് വിലക്കും. Seeing your spiritual gifts, there can be people who can put obstacles for you. നീ അതൊന്നും കണ്ട് ഭാരപ്പെടരുത്. Don't see that and get distressed. വിലക്കുള്ളിടത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടും. Where there is opposition, the glory of God will act. അവൻ ഉറക്കെ പിന്നെ വിളിക്കുകയാണ്. He continues calling out loudly. യേശു അവിടെ നിന്ന Jesus stands there അവൻ ചാടി എഴുന്നേറ്റു. and he gets up. നാളുകളായി അവൻ സൂക്ഷിച്ചു വെച്ച ഒരു പണക്കെട്ട് അവന്റെ പുതപ്പിനകത്തുണ്ടായിരുന്നു. There was something in his blanket. അവൻ നാളുകളായി വഴിയരികിൽ നിന്ന് ഭിക്ഷ യാചിച്ചതായ ആ പണക്കെട്ട് അവൻ സൂക്ഷിച്ചു വെച്ചത് ആ പുതപ്പിട്ടിട്ട് അവൻ ചാടി എഴുന്നേറ്റു. There was the things which he had earned by the begging in his blankets. And he stands up. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, The children of God who are hearing me this morning, എന്നെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. let us just go in ourselves inside. നിന്റെ കൈ മുറുകെ പിടിച്ചിരിക്കുന്നത് വല്ലതുമുണ്ടോ? Is there anything in our hands? നാളുകളായി നീ സൂക്ഷിച്ചു വെച്ചത് വല്ലതുമുണ്ടോ? Is there anything in our hands which we ഇന്ന് have? പകൽക്കാലം അതിട്ടൊന്ന് ശരകുടം എഴുന്നേൽക്കാൻ പറ്റും. Can we just leave it and stand up? മുറുകെ പിടിച്ചതിനെ പുറകോട്ട് എറിഞ്ഞപ്പോഴാ ദൈവത്തിന്റെ കരം അവന്റെ മേൽ വന്നത്. He just left the thing which he had been holding, and then the greatness of the God got manifested. എന്റെ യേശു അവനെ തൊട്ട് സൗഖ്യമാക്കി. Jesus touches him and heals him completely. നിന്റെ വിഷയത്തിന്റെ തൊടാൻ പോകുക. പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് ഇടപെടുന്ന ആരെയൊക്കെയോ കർത്താവ് തൊടാൻ പോകുക. The Spirit of the Lord is saying specifically, this time the Spirit of the Lord is touching some people. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ഒന്നും നമ്മുടെ കരത്തിൽ വേണ്ട. We don't require anything which is going to make the Holy Spirit sad. അതിനെയെല്ലാം
great job for us. നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ അവൻ തുടച്ചു കളയാൻ പോകുകയാണ്. He'll wipe the tears from our eyes. വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചാട്ടെ. The children of God who believe and who trust in, please raise up your voice. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരമാണ്. O Lord of hosts, how great are your tabernacles. ആ മനോഹരത കാണുവാനായിട്ട് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. Let us commit ourselves to see that beautiness. കർത്താവേ, ഈ ദിവസങ്ങളിൽ പണിയണമേ. Lord, please build me up. വചനം കേട്ട് എന്നെ തന്നെ ചതിക്കാതെ Lord, not only being a curse for myself after hearing the നീ word. എന്നെ ഉപയോഗിക്കണമേ എന്ന് ദിവസങ്ങൾ നമുക്ക് പറയാം. Please use me, Lord. നിനക്ക് എന്ത് യോഗ്യതയുണ്ട് ഈ വയലിൽ വരുവാൻ? Help me to hear your song. നിന്നെ ബോബസിന്റെ വയലിലല്ല, അവിടെ നിന്ന് നിനക്ക് ബോബസിന്റെ വീട്ടിലേക്ക് ഒരു യാത്ര ഒരുങ്ങാൻ പോവുകയാണ്. It's not in the field of Boaz, but in the house of Boaz. എന്നും ഈ വയലിൽ കാലാ പുറക്കുന്നവനായിട്ടല്ല നിൽക്കേണ്ടത്. കാലാ പുറക്കുന്നവനായിട്ടല്ല നിൽക്കേണ്ടത്. നിനക്കൊരു ഭവനം കർത്താവ് ഒരുക്കാൻ പോവുകയാണ്. It is no longer are you supposed to be in the fields collecting the waste. You are supposed to be in the house of the Lord. ആ നിത്യഭവനത്തിൽ പോകുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. Let us just get prepared to reach that house. ഒന്നുകിൽ നമ്മുടെ മരണം, At least it's either our death, അല്ല എങ്കിൽ കർത്താവിന്റെ വരവ്. otherwise it's the second coming of Lord. എന്താണെങ്കിലും നമുക്ക് ഒരുക്കത്തോടെ ആയിരിക്കാം. Let us prepare ourselves. ആ നിത്യ തുറമുഖത്തിന് വേണ്ടി നമുക്ക് ഒരുക്കത്തോടെ ദിവസങ്ങളിലായിരിക്കാം. Let us prepare ourselves for that beautiful show. ഈ വചനങ്ങളാൽ ദൈവം